ഹായ് ഹലോ നമസ്കാരം. ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫോട്ടോ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് ഒരിടത്ത് പോയി ചെയ്തിട്ട് ശരിയാവാതെ എൻ്റെ അടുത്ത് വന്ന് ചെയ്ത് കറക്റ്റായിട്ട് ഹെയർ സ്പൈക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഹെയർ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിൽ ആൾക്ക് സ്ഥിരമായിട്ട് വരാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് രണ്ടാമത് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് വരാൻ പറ്റിയില്ല. പറ്റാത്തതിന് ഞാൻ കൂടുതലായിട്ട് ആരുടെ അടുത്തും എന്താണ് ഒരുപാട് വലിയ വലിയ പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് ഞാൻ പൈസ കളയാൻ പറയില്ല. ഒരു ഹെയർ സ്പാ, ഒരു ഷാമ്പു, കണ്ടീഷണർ, പിന്നെ അതേപോലെ തന്നെ റൂട്ടിൽ ഓയിൽ കൊടുക്കുക. ഇത്രയും ഞാൻ പറയാറുള്ളൂ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ചെയ്യുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല. നോർമലി ഉള്ള ഹെയർ ഫോൾ അല്ലാതെ വേറെ ഇത് ചെയ്തത് കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവില്ല. പക്ഷേ ആൾക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഹെയർ വന്ന് ചെത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് സൂക്ഷിക്കാനും പറ്റില്ല. പക്ഷേ ബ്യൂട്ടീഷ്യനാണ്, എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. അപ്പം എന്നിട്ട് പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ ഹെയർ ചെത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തു തരാം, പക്ഷേ ഹെയർ സ്പാ കറക്റ്റായിട്ട് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ ആ ഫോട്ടോ കാണിച്ചില്ല, അത് വന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ചെയ്ത ഹെയറാണ്. മുടി കട്ട് ചെയ്തിട്ടില്ല. കാരണം കട്ട് ചെയ്ത് ഇതിൽ നിന്ന് ഒത്തിരി കുറയും, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടേ ഇല്ല. അതിന് ശേഷം കറക്റ്റായിട്ട് പുള്ളിക്കാരി നന്നായിട്ട് ഹെയർ സ്പായൊക്കെ ചെയ്ത് അതിന് ശേഷം ഒരു മാർച്ചിലാണത് ചെയ്തത്. അതിന് ശേഷം കറക്റ്റായിട്ട് ഹെയർ സ്പായൊക്കെ ചെയ്ത് വന്ന ഹെയറാണ്. ഞാൻ ഇന്നലെ ചെയ്ത ഹെയറാണ്. അപ്പോൾ അത്യാവശ്യം ഗ്രോത്തുണ്ട്, അത്യാവശ്യം നീളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറ്റി കുറ്റി മുടികൾ പൊടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന എന്താണോ ആ കാര്യങ്ങൾ ചെയ്ത്, ഇപ്പം ഞാൻ ചെയ്തത് നല്ലതും ചീത്തയും നല്ല ഞാൻ പറയണത്. ഇപ്പം ഞാൻ ചെയ്ത നല്ലത് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. അതിൽ വന്ന അതായത് ഞാൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അവരും കൂടെ വീട്ടിൽ പോയി ശ്രദ്ധിച്ചാൽ മാത്രമേ ഹെയർ നല്ല രീതിയിൽ കിടക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയണില്ല. ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊന്നും പറയണില്ല. ഹെയർ സ്പാ കറക്റ്റായിട്ട് മസ്റ്റായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യുക. ഷാമ്പു, കണ്ടീഷണർ കൊടുക്കുക. റൂട്ടിലെ ഹെയർ വന്നിട്ട് നമ്മുടെ നോർമൽ ഹെയറാണ്. അപ്പോൾ അതിന് ഓയിൽ കൊടുക്കണതിന് പ്രശ്നമില്ല.